വിശദമായ വാർത്തകളിലേക്ക്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച VM സുധീരൻ. KPCC നേതൃത്വവും AICC നേതൃത്വവും തന്നെ അവഗണിച്ചു. KPCC അധ്യക്ഷന്റെ ഔചിത്യരാഹിത്യം ദീപാദാസ് മുൻഷി ആവർത്തിച്ചു. അതേസമയം അയോധ്യയിൽ ക്ഷണം ലഭിച്ചപ്പോഴേ നിരസിക്കാൻ നേതൃത്വം തയ്യാറാകണമായിരുന്നുവെന്നും സുധീരൻ പ്രസ്താവിച്ചു. വിഷയത്തിൽ പരസ്യ പ്രസ്താവന പാടില്ലെന്ന നിർദ്ദേശം അവഗണിച്ചാണ് പ്രതികരണം. 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്ന പാർട്ടിയിൽ ഇപ്പോൾ 5 ഗ്രൂപ്പുകൾ ഉണ്ടായെന്നും സുധീരൻ വിമർശിച്ചു. KPCC പ്രസിഡന്റും മറ്റും നടത്തിയ പ്രസ് ബ്രീഫിംഗ് വളരെ തെറ്റിദ്ധാരണജനകമായ ചില കാര്യങ്ങൾ ഞാനുമായി ബന്ധപ്പെട്ട് വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടു. ഞാൻ പാർട്ടി വിട്ടു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞതായിട്ടാണ്. അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. നിർഭാഗ്യവശാൽ ആ രീതിയിലല്ല കാര്യങ്ങൾ പോയത്. ആദ്യത്തെ ആലോചനാ യോഗത്തിൽ തന്നെ മുൻ പ്രസിഡന്റുമാരെ ഒഴിവാക്കി. അതിൽ ശ്രീ മുരളീധരൻ മാത്രമാണ് പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. ഞങ്ങളാരും പരസ്യമായി പറയാൻ പോയില്ല. അത് കഴിഞ്ഞ് പിന്നെ കണ്ടത് ഡൽഹിയിൽ ഏകപക്ഷീയമായി യാതൊരു ചർച്ചയും കൂടാതെ DCC പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നതാണ്. അവരുടെ പേര് AICC കൈമാറുന്നതായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായി ഇതിന്റെ ഭാഗമല്ല എന്ന് ബോധ്യമായി. അത് പ്രവർത്തകർ കൂടി അറിയുന്നത് നല്ലതാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കൊടുത്തു, ഒരു വിയോജനക്കുറിപ്പ്. അതിനുശേഷമാണ് ശ്രീ സുധാകരൻ എന്നെ കാണാൻ വന്നത്. അപ്പൊ ഈ ശൈലി സംഘടനയ്ക്ക് പാർട്ടിക്ക് ഗുണകരമല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഹൈക്കമാൻഡിന് ഇതിനെക്കുറിച്ച് പരാതി അയച്ചു. ഈ രീതി ആപൽക്കരമാണ്, പഴയത് ആവർത്തിക്കും, പഴയ ഗ്രൂപ്പ് മത്സരത്തെക്കാൾ അപ്പുറത്തോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പണ്ട് 2 ഗ്രൂപ്പിന്റെ താൽപര്യം മാത്രമേ സംരക്ഷിക്കപ്പെടേണ്ടതുള്ളൂ എന്ന് വരികിൽ ഇന്നിപ്പോൾ അതിനേക്കാളും കൂടുതൽ ഗ്രൂപ്പുകൾ വരുന്ന സാഹചര്യം കാണുന്നു. അതുകൊണ്ട് ഹൈക്കമാൻഡ് ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡിന് ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് കത്തുകൾ അയച്ചു. യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അതേ തുടർന്നാണ് ഞാൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും രാജിവെച്ചത്. ഒരു ദിവസം പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹവും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 2 വർഷമായി യാതൊരു പരിഹാരമുണ്ടായില്ല എന്ന് മാത്രമല്ല, അന്നത്തേതിൽ നിന്നും ഗ്രൂപ്പ് രാഷ്ട്രീയം കുറെ കൂടി വിപുലമായ തലത്തിലേക്ക് പോയി. നേരത്തെ 2 ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 5 ഗ്രൂപ്പാകുന്ന ഒരു സാഹചര്യം. ഞാൻ പേര് പറയുന്നില്ല, ഓരോ ഗ്രൂപ്പിനെ നയിക്കുന്നതിന്റെ പേര് പറയേണ്ട കാര്യമില്ല. 5 ഗ്രൂപ്പ് കൂടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഉപഗ്രൂപ്പുകളുമുണ്ട്. വളരെയേറെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയോ KPCCയിലെ ഉന്നത നേതാക്കളോ ആരും തന്നെ ഞാൻ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക്, പരാതിക്ക് പരിഹാരമുണ്ടാക്കുന്നില്ല. അത് സംഘടനയ്ക്ക് വരുത്തുന്ന ദോഷങ്ങളെക്കുറിച്ച് അവരാരും ചിന്തിക്കുന്നില്ല. അത് വന്നപ്പോഴാണ് ഞാൻ KPCC നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ചത്. ഞാൻ KPCC പരിപാടിയിൽ പങ്കെടുക്കില്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതേ സമയത്ത് ഞാൻ കേരളത്തിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ നടത്തുന്ന പരിപാടികളിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ പങ്കെടുത്തു വരുന്ന ഒരാളെ ഞാൻ പാർട്ടി വിട്ടു എന്ന് KPCC ബഹുമാന്യനായ KPCC പ്രസിഡന്റ് പറയാന്ന് പറയുമ്പോൾ എന്താ അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടത്? അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് തന്നെ പിന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് തിരുത്തേണ്ടി വരുന്നുണ്ട്. യാതൊരു സംശയവുമില്ല, ഈ കാര്യം അദ്ദേഹത്തിന് തിരുത്തേണ്ടി വരും, തിരുത്തിയിരിക്കും, തിരുത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഒരു കാരണവശാലും അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. തന്നെയല്ല, അതിലൊരു ഔചിത്യരാഹിത്യം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്. ആ ദാസ് മുൻഷിയുടെ സഹധർമ്മിണി കൂടിയായ ദീപ അവരിവിടെ വന്നു.
ഇപ്പൊ സന്തോഷമാണ്. ദാസ് മുൻഷി സഹധർമ്മണിയോട് വന്നു, AICC ചുമതലയായി വന്നു എന്നുള്ള സന്തോഷമാണ്. പക്ഷേ ശ്രീ സുധാകരൻ ചെയ്ത അതേ ഔചിത്യരാഹിത്യം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ആ പ്രിയ സഹോദരിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്താ? VM സുധീരൻ തനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ് ആള് സ്ഥലം വിട്ടു. രാമക്ഷേത്രം സംബന്ധിച്ച പിന്നെ പാർട്ടികൾ കിട്ടിയ ക്ഷണം കിട്ടിയ പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആ ക്ഷണം നിരസിക്കണം, ആ ക്ഷണം കൈയോടെ തള്ളിക്കളയണം. അതൊരു ചർച്ചാ വിഷയമാക്കേണ്ടതല്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അതിലാരെങ്കിലും പങ്കെടുത്താൽ അത് നരേന്ദ്രമോദിയുടെ കെണിയിൽ വീഴുന്നതിന് തുല്യമാണ്. അതിലാരെങ്കിലും പങ്കെടുത്താൽ അതിന്റെ അർത്ഥം അത് അങ്ങേയറ്റം ആത്മഹത്യാപരമായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഈ കാര്യത്തിൽ എന്റെ നിലപാട് വളരെ ഉറച്ച നിലപാടാണ്. എന്റെ മാത്രമല്ല, മതേതര മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഏവർക്കും അങ്ങനെയേ ചിന്തിക്കാനാവൂ. ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും മതേതര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഏതൊരാൾക്കും അങ്ങനെയേ ചിന്തിക്കാനാവൂ. അതുകൊണ്ട് ഈ കാര്യം സംബന്ധിച്ച യാതൊരു സംശയങ്ങൾക്കും ഇടവരുത്താതെ ഇനിയെങ്കിലും വൈകാതെ ആ ക്ഷണം പാടെ തള്ളിക്കളയണം. തള്ളിക്കളയാൻ തയ്യാറായില്ലെങ്കിൽ വൈകും തോറും അത് കോൺഗ്രസിന് ക്ഷീണമാണ്, മതേതര പ്രസ്ഥാനങ്ങൾക്ക് ക്ഷീണമാണ്. അതിന്റെ എല്ലാം ഗുണഭോക്താവ് നരേന്ദ്രമോദി മാത്രമായിരിക്കും, BJPയും സംഘപരിവാറും മാത്രമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നിലപാട് എവിടെയും എപ്പോഴും എപ്പോ വേണമെങ്കിലും ഇനി ആവർത്തിക്കാനും എനിക്ക് യാതൊരു മടിയുമില്ല.